കല്യാണം കഴിച്ച് മടുത്തൊരു നടിയുണ്ട് നമുക്ക്. ആരാണ്? മീര വാസുദേവ്. മോഹൻലാലിൻ്റെ സിനിമയിൽ ഫുൾ നൈക്കഡായിട്ട് ബെഡ് സീൻ അഭിനയിച്ചുള്ളൊരു നടിയാണ്. അത് അന്ന് ആ നടി പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ആ കഥാപാത്രം അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു, അതുകൊണ്ട് അത് ചെയ്തു. മോഹൻലാൽ അത് തന്നെ കഥാപാത്രം ഡിമാൻഡ് ചെയ്താൽ നമ്മളത് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു യഥാർത്ഥ നടിയും നടനും ആവണം അപ്പോഴാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബ്ലെസ്സി അങ്ങനെ ഒരു കഥാപാത്രം പറഞ്ഞപ്പോൾ അതിന് ഉൾക്കൊള്ളാനായിട്ട് പല നടികൾക്കും പറ്റിയില്ല. പക്ഷേ മീര വാസുദേവന് അത് കഴിഞ്ഞു. അതോടുകൂടിയിട്ട് മീര വാസുദേവ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നടിയായിട്ട് മാറിയത് കണ്ട. അപ്പോൾ നല്ല പേരെടുത്തൊരു നടിയായി. അതുപോലെ നിലവിളക്ക് സീരിയലിലെ കുടുംബ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയാണ്. ഇപ്പം അതൊന്നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിച്ചും മടുത്തു. 2 കല്യാണം കഴിച്ചു, അത് 2 നിലനിന്നില്ല. പിന്നെ നിലവിളക്ക് എന്ന് പറഞ്ഞ സീരിയലിലെ ഒരു ക്യാമറമാൻ ഉണ്ട്. ആ ക്യാമറമാനെ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീര വാസുദേവനെ നമുക്ക് ഇഷ്ടമാണ്, ക്യാമറമാനെ നമ്മൾ അപ്പോഴാണ് അറിയണത്. അങ്ങനെ അവർ കല്യാണം കോയമ്പത്തൂരാണ് അവർ രജിസ്റ്റർ ചെയ്തത്. അവർ നല്ലപോലെ ജീവിച്ചു, 1 കൊല്ലം ജീവിച്ചുള്ളൂ. ഇപ്പം എന്തുണ്ടായി? മീര വാസുദേവ് ആ ആളെയും വിവാഹമോചനം നടത്തി. ഇതാണ് നമ്മൾ പറയണത്. എന്തുകൊണ്ടാണ് ഇവരെ ഈ വിവാഹമോചനം വരാൻ കാരണം എന്ന് സോഷ്യൽ മീഡിയ അന്വേഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറയണത് തന്നെയാണ്. അന്ന് കല്യാണം കഴിച്ചപ്പോഴേ പറഞ്ഞു, മീര വാസുദേവ് എന്തിനാണ് ആ പയ്യൻ്റെ ജീവിതം കുളം തോണ്ടിയതെന്നാണ്. എന്തിനാണ് ആ പയ്യനെ കല്യാണം കഴിച്ചത്? സെറ്റിൽ ചേച്ചി എന്നാണ് അദ്ദേഹം വിളിക്കാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പയ്യനെ എന്തിനാണ് ആ ജീവിതത്തിൽ കയറി ചെന്ന് ആ പയ്യനെ എങ്ങനെ ജീവിതം നശിപ്പിച്ചതെന്ന് അന്ന് ചോദിച്ചു. പക്ഷെ നമ്മളന്നൊന്നും അത് അത്രയൊന്നും കാര്യമായിട്ട് എടുത്തില്ല. എന്ന് വെച്ചാൽ മീര വാസുദേവന് ഇഷ്ടപ്പെട്ട അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ അതിലെന്താ ആർക്കാ തെറ്റ്? ഒരു കുറ്റവും നമ്മൾ കാണാറില്ല. മീര വാസുദേവന് 42 വയസ്സായി, അതൊരു കുറ്റമല്ലല്ലോ. 2 കല്യാണം കഴിച്ചു, അതൊരു കുറ്റമല്ലല്ലോ. ആദ്യത്തെ കല്യാണത്തിന് ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിച്ച ഒരാളാണ് മീര വാസുദേവ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനി ഈ കുടുംബ പരമ്പരയിൽ വന്നത്, സിനിമയിലധികം ചാൻസ് ഇല്ലാത്ത കാരണമാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ മീര വാസുദേവ് ആ ബന്ധം ഉപേക്ഷിച്ചു. നമ്മളെന്താ പറയണുള്ളൂ, ഒരു കല്യാണത്തിൽ നമുക്ക് ശരിയായില്ല, അത് ഡൈവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ നടനായാലും നടികളായാലും അതുപോലെ തന്നെ നമ്മുടെ പൊതുജനങ്ങളായാലും പിന്നെ ഒരു കല്യാണം കഴിക്കാൻ സ്ത്രീകൾ നിൽക്കാണ്ടിരിക്കാൻ നല്ലത്. ഒന്നും നിലനിൽക്കില്ല. പിന്നെ എല്ലാവരും കല്യാണം കഴിച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത്. കല്യാണം കഴിച്ചാണ്ട് ജീവിക്കുക, ഒന്നുകൂടി സ്വതന്ത്രമായിട്ട് നമുക്ക് ജീവിക്കാം. ആർക്കും 10 പൈസ ചിലവാക്കണ്ടല്ലോ. അവനെ തോന്നിയ പോലെ ജീവിക്കാമല്ലോ. ഇപ്പോൾ ഒരു വഴിക്ക് പോകണമെന്ന് സ്വന്തമായിട്ട് അങ്ങോട്ട് പോകാം. ഒരാളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല. അതാണ് നല്ലത്. അത് സിനിമാ നടന്മാരും നടികളാകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി മീര വാസുദേവ് നല്ല രീതിയിൽ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയം ശ്രദ്ധിക്കുക. കല്യാണം ഒന്നും ഇനി വേണ്ട. ആ ഒരു മോനുണ്ടല്ലോ, ആ മോനെ നന്നായി വളർത്തി ജീവിക്കുക. എന്തായാലും പറ്റിയതൊക്കെ പറ്റി. അത് ചില ജാതകത്തിൻ്റെ പ്രശ്നം, ചില സമയങ്ങൾ അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ട തന്നെ വേണ്ടേ.